കേരള പോലീസിലേക്ക് കോൺസ്റ്റബിൾ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വനിതകൾക്കും പുരുഷന്മാർക്കും ക്ഷണിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പരീക്ഷ ഈ വർഷം തന്നെ നടക്കുന്നുണ്ട്, ഉടനെ നടക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. പലരും കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കൺഫർമേഷൻ മൊബൈൽ ഫോണിലൂടെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഓൾസോ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇനിയും കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അത് കണ്ട് പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ, അതായത് കേരള പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 25/5/2024 ഇതിൻ്റെ എക്സാം നടക്കുന്നത്. അന്നേ ദിവസം പരീക്ഷ എഴുതാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട്, അതായത് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 11/3/2024 ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ PSCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബ് ഉണ്ടാവും. അവിടെ കയറിയിട്ട് എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ള കാര്യം മുൻപ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലും നമ്മൾ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലഭിക്കും. അതിലൂടെ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇത്രയധികം കാര്യങ്ങളാണ് ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. മാക്സിമം കൺഫർമേഷൻ വളരെ പെട്ടെന്ന് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും, വനിതകളും പുരുഷന്മാരും എല്ലാവരും തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.